അപ്പോൾ വേനനെ പോലെയുള്ള സ്വധർമ്മത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത ആളുകൾ ഒഴികെ അവരെ മാറ്റി നിർത്തുക. എന്നിട്ട് ഇപ്പോൾ സ്വാർത്ഥതയില്ലാതെ നിഷ്കാമമായി ചെയ്യാനുള്ള അറിവൊന്നുമില്ല, പക്ഷേ എൻ്റെ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി ഞാൻ പൂർത്തിയാക്കും എന്ന് വിചാരിച്ച് അവനവൻ്റെ കർമ്മത്തെ ചെയ്യുന്നവൻ പുണ്യലോകങ്ങൾ സ്വർഗത്തെ പ്രാപിക്കും. ഈശ്വരനിൽ സങ്കല്പിച്ച് നിഷ്കാമമായി കർമ്മം ചെയ്യുന്നവൻ മുക്തിയെ പ്രാപിക്കും. അപ്പോൾ സ്വർഗം പ്രാപിക്കാനാണെങ്കിലും മോക്ഷം നേടാനാണെങ്കിലും രണ്ടിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് കർമാനുഷ്ഠാനമാണ്. അതാണ് പ്രായേണ പൊതുവേ ഐകാത്മാ ഹേതുന. ഇതിന് രണ്ടിനും, മുക്തിക്കാണെങ്കിലും പുണ്യലോക പ്രാപ്തിക്കാണ് സ്വർഗലോക പ്രാപ്തിക്കാണെങ്കിലും ഇതിന് രണ്ടിനും ഹേതുന കാരണമായിരിക്കുന്നത് സ്വധർമാചരണമാണ്, കർമാനുഷ്ഠാനമാണ് ഇതിന് രണ്ടിനും കാരണം, ഹേതുവായിരിക്കുന്ന ഘടകമെന്ന് ഇവിടെ എടുത്തു പറയാണ്. അപ്പോൾ ഇവിടെ ആരെ മാറ്റി നിർത്തി? വേനനെ പോലെയുള്ള സ്വധർമ്മത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത മൂഢന്മാരെ, സ്വാർത്ഥ ചിന്തയോടുകൂടി ജീവിക്കുന്നവരെ മാറ്റി നിർത്തുക. അതാണ് ഇവിടെ പറഞ്ഞത്. മൃത്യോഹോ ദൗഹിത്ര ആദീനി ഹൃദേ, മൃത്യുദേവൻ്റെ മകളുടെ മകനായ വേനനെ പോലെയുള്ളവരെ ഹൃദേ ഒഴികെ അങ്ങനെയുള്ള മൂഢന്മാരെ മാറ്റി നിർത്തിയാൽ കർമാനുഷ്ഠാനം പൂർത്തിയാക്കുന്നവർ പുണ്യലോകങ്ങളിലും ഈശ്വരനിൽ സമർപ്പിച്ച കർമ്മം ചെയ്യുന്നവർ മുക്തിയെയും പ്രാപിക്കുന്നു. അപ്പോൾ സ്വർഗലോകത്തിലെത്താനാണെങ്കിലും മുക്തിയെ പ്രാപിക്കാനാണെങ്കിലും രണ്ടിനും കാരണം ഒരേ ഒരു ഘടകമാണ് കർമാനുഷ്ഠാനം. അപ്പം രണ്ട് വഴിയാണെങ്കിലും ഈ രണ്ട് വഴിയിലെത്താനാണ് എല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണോ അവൻ്റെ ജോലി, ഉത്തരവാദിത്തം, അതിനെ ഭംഗിയായി ചെയ്യുക. അത് ചെയ്യാനുള്ള ശക്തി എന്ന് പറയുന്നത് എൻ്റെ ശക്തി, എൻ്റെ മനസ്സിൻ്റെ ബലം, ബുദ്ധിശക്തിയല്ല. അതിനുള്ള ശക്തി ആ ഭഗവാനാണ്, എല്ലാ കർമ്മങ്ങളുടെയും പതിയായ ഭഗവാനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ കർമ്മത്തെ ചെയ്യുക. അതാണ് ഭൃഗു മഹാരാജാവ് പറഞ്ഞു കൊടുക്കുന്ന നിർദ്ദേശം. ശ്ലോകം 31. യത് പാദസേവ അഭിരുചി തപസ്വിനാമശേഷ ജന്മ ഉപചിതം മലം ധിയഃ സദ്യ ക്ഷിണോതി അന്വഹം ഏതാസി സതി യഥാ പാദാങ്കുഷ്ട വിനിഹി സൃതാ സരിത്. ആ യജ്ഞങ്ങളുടെ സകല കർമ്മങ്ങളുടെയും പതിയായ ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുക എന്ന് പറഞ്ഞില്ലേ. എല്ലാ കർമ്മങ്ങളും സ്വർഗലോക പ്രാപ്തിയാണെങ്കിലും മുക്തിയാണെങ്കിലും ഇതിന് രണ്ടിനും ഒരേ ഒരു ഘടകമാണുള്ളത്, സ്വധർമാചരണം. അത് ആ ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുക. ആ യജ്ഞങ്ങളുടെ കർമ്മത്തിൻ്റെ പതിയായിട്ടുള്ള ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുക. യത് പാദസേവ, ആ ഭഗവാന്റെ പാദസേവ ചെയ്യുക എന്ന് വെച്ചാൽ ആ ഭഗവാനെ പാദസേവ ചെയ്യാന്ന് വെച്ചാൽ നിത്യവും പൂവിട്ട് നമ്മുടെ വീട്ടിലുള്ള പൂജാമുറിയിലെ വിഗ്രഹത്തിൽ പൂവിട്ട് ഭജിക്കുക എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഭഗവാന്റെ പാദസേവ ചെയ്യാന്ന് വെച്ചാൽ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളെ കണ്ടുകൊണ്ട് ഏതൊരു കർമ്മത്തിലും ആ കർമ്മത്തെയും ആ ഭഗവാനിൽ സങ്കല്പിച്ച് ഭഗവാന്റെ ദാസിയായി നിന്നുകൊണ്ട് ഭഗവാൻ തന്ന എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തോടുകൂടി അങ്ങനെ കർമ്മം ചെയ്യാൻ അഭിരുചി, അതിനോടുള്ള ആഗ്രഹം ഉണ്ടായാൽ തപസ്സിനാം എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് തപിക്കുന്നവരുടെ അശേഷ ജന്മ ഉപജിതം, ഒരുപാട് ജന്മം കൊണ്ട് അവർ നേടിയെടുത്ത കർമ്മഫലത്തിൻ്റെ ഫലമായി ദുഃഖം അനുഭവിക്കുന്നവരുടെ മലം എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലെ മാലിന്യങ്ങൾ, ആ ചിന്തകളൊക്കെ സദ്യ വളരെ പെട്ടെന്ന് തന്നെ ക്ഷിണോതി നശിച്ചു പോകുന്നു. അന്വഹം ഏതാദി സതി, ദിവസം തോറും, കാരണം അന്വഹം എന്ന് വെച്ചാൽ ദിവസം തോറും, ഏതാദി എന്ന് വെച്ചാൽ വർദ്ധിച്ചു വരുന്നു, സതി എന്ന് വെച്ചാൽ ആ ഒരു ഭക്തിഭാവം, ആ ഭഗവാന്റെ പാദസേവ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് കർമ്മത്തെ അനുഷ്ഠിക്കാനുള്ള ഒരു ഭാവം മനസ്സിൽ വന്നാൽ നിത്യവും ഈ ഒരു ഭാവം മനസ്സിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ ഒരുപാട് ജന്മങ്ങളിൽ ചെയ്തു വെച്ച പാപകർമ്മങ്ങളുടെ ഫലമായിട്ട് പേറി വരുന്ന ദുഃഖങ്ങളുണ്ടല്ലോ. നമ്മുടെ ഈ സത്സംഗം തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് ആ ദുഃഖങ്ങൾ, ആ പ്രതിസന്ധികൾ, ആ വേദനകൾ, അതുപോലെ മനസ്സിലെ ചിന്തകളാകുന്ന മാലിന്യങ്ങൾ സദ്യ ക്ഷിണോതി വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്നു എന്ന്. എന്നിട്ടൊരു ഉദാഹരണം പറയാണ്. യഥാ എപ്രകാരമാണോ പാദാങ്കുഷ്ട വിനിസൃത, ഭഗവാന്റെ പാദങ്ങളിലെ ആ വിരലുകളിൽ നിന്നും ഒഴുകി വരുന്ന സരിത്ത് ജലം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഗംഗാജലം എപ്രകാരമാണോ പാപങ്ങളെ ഇല്ലാതാക്കുന്നത്. ഗംഗയിൽ കുളിച്ചാൽ പാപം നശിച്ചു പോകുമെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന ഗംഗാജലം എപ്രകാരമാണോ പാപങ്ങളെ ഇല്ലാതാക്കുന്നത്, അതുപോലെ
മനസ്സിൽ ഭഗവാന്റെ തൃപ്പാദങ്ങളെ സങ്കല്പിച്ച് ഭഗവാൻ നൽകിയ എല്ലാ കർമ്മങ്ങളെയും എല്ലാ സൗഭാഗ്യങ്ങളെയും ഒരു ദാസിയായി നിന്ന് അല്ലെങ്കിൽ ദാസനായി നിന്നുകൊണ്ട് അനുഷ്ഠിക്കുന്നു എന്ന സങ്കല്പത്തോടു കൂടി കർമ്മം ചെയ്താൽ ദിവസം തോറും ആ ഭക്തിഭാവം മനസ്സിൽ വരുമ്പോൾ കർമ്മഫലമാകുന്ന പ്രാരാബ്ദങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മുക്തരാകുന്നു. അപ്പം കർമ്മഫലം ഒഴിവാവാനുള്ള ഒരേ ഒരു മാർഗം ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഗംഗാജലത്തിൽ കുളിച്ചാൽ എപ്രകാരമാണോ ആ മുക്തി, ആ ഒരു കർമ്മഫലങ്ങൾ ഇല്ലാതാകുന്നത്, അതുപോലെ ഈ ഒരു സങ്കല്പം കൊണ്ട് കർമ്മഫലങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും. യജ്ഞത്തിൻ്റെ എല്ലാ കർമ്മത്തിൻ്റെയും പതിയായ ഭഗവാനിൽ സങ്കല്പിക്കുക. ബ്രഹ്മാവും മഹാദേവനും വരെ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം അവർ ചെയ്യുന്ന കർമ്മത്തെ വരെ നിയന്ത്രിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ പരിപാലകനാണ് അദ്ദേഹം. അതേപോലെ മഹാവിഷ്ണു ബ്രഹ്മാവും മഹാദേവനും മഹാവിഷ്ണു ബ്രഹ്മാവിനെയും ഇതേപോലെ സങ്കല്പിക്കുന്നുണ്ട്. കാരണം ബ്രഹ്മാവിൻ്റെ കർമ്മവും മഹാവിഷ്ണുവിൻ്റെ കർമ്മവും മഹാദേവൻ്റെ കർമ്മവും ഒന്നും കുറവുമല്ല കൂടുതലല്ല. ഇത് മൂന്നും ഒരുമിക്കുന്നതാണ് പ്രകൃതി എന്ന് പറയുന്നത്. ശ്ലോകം 32. വിനിർദുത അശേഷമനോമലഃ മനഃമലഃ പുമാൻ അസംഗവിജ്ഞാന വിശേഷവീര്യവാൻ യദംഗ്രിമൂലേ കൃതകൃതേന പുനഃ ന സംസൃതി ക്ലേശവഹാം പ്രപദ്യതേ. വിനിർദുത എന്ന് വെച്ചാൽ ഇല്ലാതാകുന്നു. അശേഷ മനഃമലഃ പുമാൻ, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സിലെ മലം എന്ന് വെച്ചാൽ അഴുക്ക് എന്ന് വെച്ചാൽ ചിന്തകൾ, മനസ്സിനെയാണല്ലോ നിയന്ത്രിക്കാൻ പറ്റാത്ത. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സിലെ ചിന്തകൾ അശേഷം വിനിർദുത, വളരെ പെട്ടെന്ന് തന്നെ ആ ചിന്തകളാകുന്ന മാലിന്യങ്ങൾ നിശ്ചലമാകുന്നു, ഇല്ലാതാകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോഴാണ് അസംഗഹ, അറ്റാച്ച്മെൻ്റ് ഇല്ലാണ്ടാവുക എന്ന്. അസംഗം എന്ന് വെച്ചാൽ സംഘം ചേരൽ. അപ്പോൾ ഈ സംഘം എന്ന് വെച്ചാൽ മമത, എൻ്റെ സ്വന്തം, ഇതൊക്കെ എൻ്റെ ആൾക്കാർ, എൻ്റെ എൻ്റെ സ്വന്തം. അപ്പോൾ അവർ നഷ്ടപ്പെടുമ്പോൾ അത് ആഗ്രഹിച്ച പോലെ വന്നില്ലെങ്കിൽ വേദന. ഈ ഒരു അറ്റാച്ച്മെൻറ്റ്, ഈ ഒരു സംഘം ചേരൽ, ഈ ഒരു മമത അപ്പോഴാണ് ഇല്ലാണ്ടാവുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം മമത ഇല്ലാണ്ടായിട്ടല്ല വരികയെന്ന്. ഏറ്റവും ആദ്യം സ്വധർമ്മം അനുഷ്ഠിക്കുക. ആ കർമ്മം ഈ കർമ്മങ്ങളുടെ പതിയായ ഭഗവാനിൽ സങ്കല്പിച്ചുകൊണ്ട് ആ കർമ്മത്തെ അനുഷ്ഠിച്ച് അങ്ങനെ വരുമ്പോൾ മനസ്സിലെ ചിന്തകളാകുന്ന മാലിന്യങ്ങൾ ഒഴിഞ്ഞു പോകും. അപ്പോഴാണ് നമുക്ക് അറ്റാച്ച്മെൻറ്റ് കുറേശ്ശെ കുറയാൻ തുടങ്ങുക. എന്ന് വെച്ച് ആരോടും സ്നേഹമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. സ്നേഹവും ഉത്തരവാദിത്വങ്ങളും ഒക്കെ ചെയ്യുന്നു, പക്ഷേ ഇവരൊക്കെ എൻ്റെ എന്ന സ്വാർത്ഥ സങ്കല്പം ഉണ്ടല്ലോ, അത് അവിടെ ഇല്ലാതാകുന്നു. അതിനെയാണ് മമത എന്ന് പറയുന്നത്. എൻ്റെ എന്ന സ്വാർത്ഥമായ സങ്കല്പത്തെയാണ് മമത എന്ന് പറയുന്നത്. അതവിടെ ഇല്ലാതാവും. അപ്പം എന്താ സംഭവിക്കുക? വിജ്ഞാനം. ആ ബോധത്തിൽ, ആ ബുദ്ധിയിലാണ് ജ്ഞാനം എന്ന പ്രകാശിക്കുക, ശരിയായ ജ്ഞാനം. അപ്പോൾ വിജ്ഞാനമായി എന്ന് വെച്ചാൽ അനുഭവിച്ചറിഞ്ഞു. ആ ജ്ഞാനത്തെ അവൻ ഈ ഒരു അറ്റാച്ച്മെൻറ്റുകളൊക്കെ പോകുമ്പോഴാണ് ആ ജ്ഞാനത്തെ അനുഭവിച്ചറിയുന്ന വിജ്ഞാനം എന്ന അവസ്ഥയിലെത്തി. അപ്പോൾ വിശേഷവീര്യവാൻ, അങ്ങനെ വിശേഷമായ ആ പരമമായ ആനന്ദാവസ്ഥയെ അനുഭവിക്കുന്ന വീരനായി മാറുന്നു അവൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ യദംഗ്രിമൂലേ, ആ ഭഗവാന്റെ പാദങ്ങളിൽ കൃതകൃതേന പൂർണ്ണ ശരണാഗതി പ്രാപിച്ച് പുനഃ പിന്നീട് ക്ലേശവഹാം, ദുഃഖം നിറഞ്ഞ ഈ സംസൃതി, ഈ ഭൂമിയിലേക്ക്, ഈ ലോകത്തിലേക്ക് ന പ്രപദ്യതേ, പിന്നീട് ഒരിക്കലും തിരിച്ചു വരുന്നില്ല എന്ന്. അപ്പോൾ സ്വധർമ്മ ആചരണം പൂർത്തിയാക്കുന്നതിലൂടെ എങ്ങനെയാണ് അവന് മോക്ഷം നേടാൻ സാധിക്കുന്നത് എന്നും പൃഥു പറഞ്ഞു കൊടുക്കുന്നു എല്ലാവർക്കും. സ്വധർമ്മ ആചരണം ആ യജ്ഞപതിയിൽ സമർപ്പിച്ചുകൊണ്ട് മനസ്സിൽ ആ സങ്കല്പം വെച്ചുകൊണ്ട് കർമ്മത്തെ അനുഷ്ഠിച്ചു വരുമ്പോൾ പതുക്കെ മനസ്സ് ശാന്തമാവും, മനോമാലിന്യങ്ങൾ മാറും. അപ്പോൾ അറ്റാച്ച്മെൻറ്റുകൾ കുറയും. അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞപ്പോൾ വിജ്ഞാനമായി, ഈ ജ്ഞാനം വിജ്ഞാനമായി അനുഭവിച്ചറിഞ്ഞു. അപ്പോൾ ലഭിക്കുന്ന ഒരു പരമമായ ആനന്ദത്തെ നേടിയെടുത്തു കഴിയുമ്പോൾ ഇതിനൊക്കെ കാരണമായ ഭഗവാന്റെ പാദങ്ങളെ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞ അവന് പിന്നെ ഈ ഭൂമിയിലേക്ക്, ദുഃഖം നിറഞ്ഞ ഈ ലോകത്തേക്ക് പിന്നീട് ഒരു തിരിച്ചു വരവ് ഇല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് കർമാചരണം തന്നെയാണ്. സ്വധർമ്മമായിക്കൊണ്ട് കർമ്മം അനുഷ്ഠിക്കുക തന്നെയാണ്. ശ്ലോകം 33. തം ഏവ യൂയം, 33 തന്നെയല്ലേ? അതെ. തം ഏവ യൂയം ഭജത ആത്മവൃത്തിഭിः മനഃ വചഃ കായഃ ഗുണൈः സ്വകർമ്മഭിः
അമായിനഃ കാമതുകാം അംഘ്രിപങ്കജം യഥാ അധികാര അവസ്ഥിതാർത്ഥ സിദ്ധയഃ തം ഏവ ആ ഭഗവാനിൽ യൂയം നിങ്ങൾ, അപ്പം പൃഥു പറയാണ്, നിങ്ങളെല്ലാവരും ഭജത അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ആ കർമ്മങ്ങളെ ആ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കർമ്മത്തെ ചെയ്യുക. ആത്മവൃത്തിഭിഹി, അതായത് ഓരോരുത്തർക്കും പ്രകൃതിദത്തമായി ലഭിച്ചിട്ടുള്ള ആ കർമ്മങ്ങളെ മനഃ മനസ്സുകൊണ്ട്, വചഃ വാക്കുകൊണ്ട്, കായഃ ശരീരം കൊണ്ട്, ഗുണൈഹി ഇനി നമ്മുടെ പ്രകൃതിദത്തമായി നമ്മളിൽ എത്തിയിട്ടുള്ള ഗുണം എന്താണോ ആ ഗുണപ്രകാരം സ്വകർമ്മഭിഹി സ്വന്തം കർമ്മത്തെ ആ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും നിർവഹിക്കുക. അത് എങ്ങനെ? അമായിനഃ കാപട്യമില്ലാതെ, എന്തെങ്കിലും നേടണമെന്ന മോഹം, മുക്തിയെ പോലും ആഗ്രഹിക്കരുതെന്നാ പറയുക, അതുപോലും നേടണമെന്ന് ആഗ്രഹിക്കാതെ കാമതുകാം അംഘ്രിപങ്കജം എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരുന്ന ആ ഭഗവാന്റെ പാദങ്ങളെ, അങ്ങനെയുള്ള അംഘ്രിപങ്കജം പാദങ്ങളുള്ള ആ ഭഗവാനെ. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ള ഒരേ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഭഗവാന്റെ തൃപ്പാദങ്ങളാണ്. അവിടെ ശരണാഗതി, അഹം മറന്ന് അവിടെ ശരണാഗതി അടയുകയാണ് എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാനുള്ള ഒരേ ഒരു പൊംവഴി. യഥാ അധികാര അവസ്ഥിതാർത്ഥ സിദ്ധയഃ, അപ്പോൾ യഥാ എങ്ങനെ, എന്തൊക്കെയാണോ അധികാര അവസ്ഥിതാർത്ഥ, ഓരോ മനുഷ്യനും ജന്മനാ ലഭിച്ചിട്ടുള്ള കഴിവിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യാനും അതിലൂടെ സിദ്ധയഃ എല്ലാ സിദ്ധികളും നേടിയെടുക്കാൻ അവന് സാധിക്കുന്നു എന്ന്. അപ്പോൾ പൃഥു അവസാനം എല്ലാവരോടും പറയാണ്, അപ്പോൾ ആ ഭഗവാനിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ കഴിയുന്ന ആ ഭഗവാന്റെ തൃപ്പാദങ്ങളുള്ള ആ ഭഗവാനിൽ കാപട്യമില്ലാതെ നിങ്ങളുടെ കർമ്മങ്ങളെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും, ഇനി പ്രകൃതിദത്തമായ ത്രിഗുണങ്ങളെയും നിങ്ങളുടെ ഗുണം, നിങ്ങൾ സാത്വിക ഭാവമാണെങ്കിൽ അത്, രജോ ഗുണമാണെങ്കിൽ അത്, തമോ ഗുണമാണെങ്കിൽ ആ ഭാവത്തെയും, ഒരു അലസതയാണ് തോന്നുന്നതെങ്കിൽ അതിനെ, ഒരു കർമ്മം ചെയ്യാനുള്ള ഉന്മേഷമാണ് തോന്നുന്നതെങ്കിൽ അതിനെ, സാത്വിക ഭാവത്തെയാണെങ്കിൽ അതിനെ, എല്ലാ കർമ്മങ്ങളെയും ആ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യൂ, നിങ്ങൾക്ക് എല്ലാ സിദ്ധികളും കൈവരുമെന്നും പൃഥു പറഞ്ഞു കൊടുക്കുന്നു. ശ്ലോകം 34. असौ इह अनेक गुण अगुण अध्वरः पृथग्विध द्रव्यगुणक्रिया उक्तिभिः सबध्यते अर्थ आशयलिङ्गनामभिः വിശുദ്ധവിജ്ഞാനഘനസ്വരൂപതഃ. എന്നിട്ട് അങ്ങനെ നമ്മൾ സമർപ്പിക്കുന്ന ആ ഭഗവാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് പറയാണ്. വിശുദ്ധ വിജ്ഞാന ഘനസ്വരൂപ, സ്വരൂപം യഥാർത്ഥത്തിലുള്ള ഭഗവാന്റെ സ്വരൂപം പരിശുദ്ധമായ വിജ്ഞാനത്തിൻ്റെ ഘനം, ഉറച്ച രൂപമാണ്. നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകം പറയുന്നില്ലേ, പരിശുദ്ധമായ ജ്ഞാനത്തിൻ്റെ ഒരു ഉറച്ച രൂപമാണ്. അതാണ് ഭഗവാന്റെ യഥാർത്ഥ രൂപം എന്ന് വെച്ചാൽ, ഭഗവാൻ എന്ന് പറയുന്നത് ജ്ഞാനമാണ്, ആ നോളജാണ്, ആ അറിവിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ അറിവിൻ്റെ, ആ ഈശ്വരൻ്റെ ഓരോരോ ശരീരരൂപത്തിൽ നമുക്ക് സങ്കല്പിക്കാനുള്ള രൂപങ്ങളാണ് ബാക്കിയുള്ള എല്ലാം. യഥാർത്ഥത്തിലുള്ള ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് ഈ ജ്ഞാനമാണ്. അങ്ങനെ അഗുണഃ, ഗുണങ്ങളൊന്നും ബാധിക്കാത്ത ആ ഭഗവാൻ, അസൗ ആ ഭഗവാൻ, ഇഹ ഈ ലോകത്തിൽ അനേക ഗുണഃ പലവിധ ഗുണങ്ങളോടുകൂടിയ, പലവിധ ഗുണങ്ങളോടുകൂടി പല രൂപങ്ങളെ സ്വീകരിച്ചു എന്ന്. അത് ഏതൊക്കെ രൂപങ്ങളാണെന്നാണ് പറയുന്നത്? അധ്വരഃ, യജ്ഞരൂപത്തിൽ, യാഗം, യജ്ഞം, കർമ്മരൂപത്തിൽ നമ്മളിവിടെ കാണുന്നത്. അതായത് ഈ കർമ്മം, ഇപ്പം ഞാനൊരു ഉദാഹരണം, ഇപ്പം ഞാൻ ചെയ്യുന്ന, ഇപ്പം ഇവിടെ ഇരുന്ന് നടക്കുന്ന ഈ ഒരു കർമ്മം, ഈ കർമ്മം ആ ഭഗവാന്റെ രൂപമാണ്. ഈ കർമ്മം മനസ്സിലായോ? ഈ കർമ്മം ചെയ്യുന്ന ഞാനും ആ ഭഗവാൻ തന്നെ, കേൾക്കുന്ന നിങ്ങളും ആ ഭഗവാൻ തന്നെ, ഈ കർമ്മവും ആ ഭഗവാൻ തന്നെ. അതാണ് ഈ അധ്വരഃ, എല്ലാ യജ്ഞങ്ങളും ആ ഭഗവാനാണ്. പൃഥക് വിധഃ, പല വിധത്തിലുള്ള ദ്രവ്യ, യജ്ഞം എന്ന് വെച്ചാൽ ഒരു യജ്ഞം എന്ന് വെച്ചാൽ ഒരു പൂജ, ആ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യം, അത് ഏത് ദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ച് അതൊക്കെ ഭഗവാനാണ്. ഭഗവാനില്ലാത്തതായിട്ട് ഒന്നുമില്ല. ഇപ്പോൾ കാട്ടുപൂവാണെങ്കിലും മുല്ലപ്പൂവാണെങ്കിലും രണ്ടും ഭഗവാൻ തന്നെയാണ്. ഗുണഃ, ഏതൊക്കെ ഗുണങ്ങളാണോ, ഏതൊക്കെ വസ്തുക്കളാണോ ആ കർമ്മത്തിന്, ആ യജ്ഞത്തിന് ഉപയോഗിക്കുന്നത്, അതെല്ലാം ആ ഭഗവാനാണ്. ക്രിയഃ, ഏതൊക്കെ രീതിയിലുള്ള കർമ്മങ്ങളാണോ ആ കർമ്മങ്ങളും ഭഗവാനാണ്. ഉക്തിഭിഹി, ഏതൊക്കെ നാമങ്ങളാണോ, നാമജപങ്ങളാണോ ഉപയോഗിക്കുന്നത്, അതൊക്കെ ഭഗവാനാണ്.
ഇങ്ങനെ അർത്ഥം എന്ന് വെച്ചാൽ ഈ കർമ്മം ചെയ്യുന്നവൻ്റെ ഉള്ളിലെ താല്പര്യം, എന്താഗ്രഹത്തിന് വേണ്ടിയാണ് ആ കർമ്മം ചെയ്യുന്നത്, ആ ആഗ്രഹവും ഭഗവാനാണ്. ആശയ, ഉദ്ദേശ്യവും ഭഗവാനാണ്. ലിംഗ, രൂപവും ഭഗവാനാണ്. നാമഭിഹി, ഇവിടെ കാണുന്ന എല്ലാ നാമങ്ങളും രൂപങ്ങളും സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും എല്ലാ വസ്തുക്കളും ദ്രവ്യങ്ങളും എല്ലാ കർമ്മങ്ങളും അതേ സമ്പദ്യതേ ഇരിക്കുന്നത് ഒരേ ഒരു ഭഗവാൻ തന്നെയാണ് അനേക രൂപത്തിൽ ഇങ്ങനെ കാണുന്നത്. എന്നാൽ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ കലർപ്പില്ലാത്ത ശരിയായ ജ്ഞാനത്തിൻ്റെ ഉറച്ച രൂപമാണ്. അജ്ഞാനമാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാന് ഗുണങ്ങളൊന്നും ബാധിക്കുന്നില്ല. എന്നാൽ അതേ ഭഗവാൻ മായയെ സ്വീകരിച്ച് പല രൂപങ്ങളിൽ നമ്മളിവിടെ കാണുന്നു. ഇപ്പം ഇപ്പോൾ ഒരു ടീച്ചറാണെങ്കിൽ ചെയ്യുന്ന ആ ടീച്ചിങ് എന്ന കർമ്മം അത് ഭഗവാനാ ചെയ്യുന്ന, ഞാനും ഭഗവാനാ. അതിനുപയോഗിക്കുന്ന പുസ്തകങ്ങൾ, വസ്തുക്കൾ എന്തൊക്കെയാണോ ആ കർമ്മത്തിന് ഉപയോഗിക്കുന്നത് അതൊക്കെ ഭഗവാനാണ് എന്ന സങ്കല്പമാണ് വേണ്ടത്. എല്ലാം അതേ ശക്തിയുടെ പല പല രൂപഭാവങ്ങളാണ് എന്ന് അറിവോട് കൂടിയിട്ട് വേണം ആ കർമ്മത്തെ നിർവഹിക്കാൻ. അപ്പോൾ ഞാനാണ് ഇത് ചെയ്യുന്നത് എന്നൊരു ഭാവം നമ്മുടെ ഉള്ളിൽ, അഹം നമ്മുടെ ഉള്ളിൽ പൊന്തില്ല എന്നർത്ഥം. ഇനി 36-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഓരോ മനുഷ്യനും കർമ്മഫലങ്ങൾ വന്നു ചേരുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. പ്രധാന കാല ആശയ ധർമ്മ സംഗ്രഹേ ശരീരയേഷ പ്രതിപത്യ ചേതാന ക്രിയാഫലം ത്വേന വിഭുഹു വിഭാവ്യതേ യഥാ അനലഹ ദാരുഹു തദ്ഗുണാത്മകഃ. പ്രധാനം എന്ന് വെച്ചാൽ ഭൗതിക പ്രകൃതി, മൂലപ്രകൃതി, കാലശക്തി, ആശയം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാകുന്ന ത്രിഗുണാത്മകമായിട്ടുണ്ടാകുന്ന ആഗ്രഹങ്ങൾ, ധർമ്മസംഗ്രഹേ അതായത് തൊഴിൽപരമായിട്ടുള്ള ധർമ്മങ്ങൾ, ധാർമ്മികമായി തൊഴിൽ മേഖലയിൽ ചെയ്യുന്ന, അതായത് കർമ്മത്തിൽ ചെയ്യുന്ന ധാർമ്മികത, ഇതെല്ലാം തന്നെ ഇതിൽ നിന്നെല്ലാം കൂടി ഉടലെടുത്തിട്ട് ശരീരഹ, ഒരു ശരീരത്തെ സ്വീകരിച്ച്, ശരീര ഏഷ, ഒരു രൂപമെടുത്ത ഒരു ശരീരത്തിൽ നിന്ന് പ്രതിപദ്യ ചേതാനാം, അതായത് അതിലിരുന്നു കൊണ്ട് കർമ്മം ചെയ്തിട്ട് പ്രതിപദ്യ ചേതാനാം, ഒരു അറിവ് നേടുന്നു അല്ലെങ്കിൽ ഒരു അവബോധത്തെ നേടുന്നു എന്ന്. അതായത് ഒരു വ്യക്തി ഒരു കർമ്മഫലം, ഒരു ജന്മമെടുത്ത് ഒരു കർമ്മഫലത്തെ അനുഭവിക്കാനുള്ള കാരണം ആദ്യം മൂലപ്രകൃതി, ആ പ്രകൃതിയിൽ നിന്നും കാലശക്തി ഇങ്ങനെ മാറി മറിഞ്ഞ് നമ്മൾ ജനിക്കേണ്ട സമയമാവുമ്പോൾ ആ സൂക്ഷ്മ ശരീരത്തിനകത്തിരിക്കുന്ന മനസ്സുണ്ടല്ലോ, സ്ഥൂലമാണല്ലോ എടുക്കുന്നത്, സൂക്ഷ്മ ശരീരം അപ്പോഴും ഉണ്ടാവുമല്ലോ, ആ സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്ന മനസ്സിലിരിക്കുന്ന ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി ആ സൂക്ഷ്മ ശരീരം മുൻജന്മങ്ങളിൽ ചെയ്ത കർമ്മഫലങ്ങളുടെ കണക്കെടുത്തിട്ട് അതിനനുയോജ്യമായ രീതിയിൽ ശരീര ഏഷ, ഒരു ശരീരത്തെ സ്വീകരിക്കുന്നു. എന്നിട്ട് പ്രതിപദ്യ ചേതാനാം, ആ ശരീരത്തിലിരുന്ന് കർമ്മം ചെയ്തുകൊണ്ട് അറിവ് നേടുന്നു. ഇതെല്ലാം ക്രിയാഫല ത്വേന വിഭുഹു വിഭാവ്യതേ, ഇങ്ങനെയുള്ള ക്രിയാഫലം, എല്ലാ കർമ്മത്തിൻ്റെ ഫലത്തെയും നൽകുന്നത് വിഭുഹു, ആ സർവേശ്വരനായ ഭഗവാൻ ഇപ്രകാരമാണ് വിഭാവതേ, ഓരോരുത്തർക്കും കർമ്മഫലത്തെ നൽകുന്നത്. എന്നിട്ട് പറയാണ്, അപ്പോൾ എന്തുകൊണ്ടാണോ എല്ലാവരുടെയും കർമ്മഫലം മാറി മറയുന്നത്? യഥാ, എപ്രകാരമാണോ അനലഹ, അഗ്നി ദാരുഷു, വിറകുകളിൽ തദ്ഗുണാത്മക, ആ വിറകിൻ്റെ രൂപവും ആ വിറകിൻ്റെ ആകൃതിക്ക് അനുസരിച്ച് മാറി മാറി കത്തുന്നത്, അതുപോലെയാണ് കർമ്മഫലമെന്ന്. മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നൊരു പറയാം. എപ്രകാരമാണോ അഗ്നി ഒരു വിറകിലേക്ക് കൊടുത്താൽ ഒരു തീപ്പെട്ടിക്കൊള്ളിയിൽ കത്തുന്നത് ചെറുതായിരിക്കും, ഒരു ദീപം കത്തിച്ചാൽ കുറച്ചുകൂടി വലുതായിരിക്കും, ഒരു അടുപ്പ് കത്തിക്കുമ്പോൾ അതിനേക്കാൾ വലുതായിരിക്കും, കാട് കത്തുമ്പോൾ അതിനേക്കാൾ വലുതായിരിക്കും. ഒരേ ഒരു തീ കയറിപ്പിടിക്കുന്ന വസ്തുവിൻ്റെ രൂപത്തിനും ഗുണത്തിനും അനുസരിച്ച് അഗ്നിയുടെ ആകൃതി ചെറുതാകുന്നു, വലുതാകുന്നു, ഒരു ചെറിയ തിരിനാളമാകുന്നു, വലിയ കാട്ടുതീയാകുന്നു. അത് കയറിപ്പിടിക്കുന്ന വസ്തുവിൻ്റെ വിറകിൻ്റെ ആകൃതിക്കനുസരിച്ച് അഗ്നിയുടെ രൂപം മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. അഗ്നിക്ക് ഒരേ ഒരു രൂപയേ ഉള്ളൂ, പക്ഷെ അത് കയറിപ്പിടിക്കുന്ന വസ്തുവിൻ്റെ ആകൃതിക്കനുസരിച്ച് അഗ്നിയുടെ രൂപം മാറുന്നത് പോലെ ഈ ലോകത്ത് കാണുന്ന എല്ലാ മനുഷ്യരും കർമ്മഫലം അനുഭവിക്കുന്നുണ്ട്. പാപവും പുണ്യവുമായിട്ട്. കർമ്മഫലം എന്ന് പറഞ്ഞാൽ ദോഷം മാത്രമല്ല കേട്ടോ, പുണ്യകർമ്മഫലവും ഉണ്ട്, പാപകർമ്മഫലവും അനുഭവിക്കുന്നുണ്ട്. പുണ്യകർമ്മഫലം എന്ന് വെച്ചാൽ സുഖമായി ജീവിക്കാം, പാപകർമ്മഫലം എന്ന് വെച്ചാൽ ദുരിതം അനുഭവിച്ച് ജീവിക്കാം.
എല്ലാ മനുഷ്യരും അനുഭവിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് അവനിൽ വന്നു ചേരുന്നത്? ആ പ്രകൃതി എന്ന ശക്തി കാലം കറക്റ്റ് ആ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ സ്ഥൂലമാണ് നശിക്കുന്നത്, സൂക്ഷ്മ ശരീരം നിലനിൽക്കുന്നുണ്ടല്ലോ. ഈ സൂക്ഷ്മ ശരീരമാണ് പുണ്യലോകങ്ങളിലും ദുരിതം നിറഞ്ഞ ലോകങ്ങളിലും ഇരിക്കുന്നത്. ഈ സൂക്ഷ്മ ശരീരം പുനർജന്മം അടുത്ത ശരീരം എടുക്കേണ്ട സമയമായി വരുമ്പോൾ കാലശക്തി വന്ന് ആ സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്ന മനസ്സിലുള്ള മുൻജന്മത്തിലെ ആഗ്രഹങ്ങൾ, എന്തൊക്കെ ആഗ്രഹങ്ങളാണോ ഇരിക്കുന്നത് അതിൻ്റെ കണക്കെട് അതൊക്കെ നോക്കിയിട്ട് അതിനോടൊപ്പം തന്നെ ധർമ്മസംഗ്രഹേ ആ ജന്മങ്ങളിലൊക്കെ ചെയ്ത കർമ്മങ്ങളുടെയും കണക്കെടുക്കും. ആ സൂക്ഷ്മ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആ മുൻജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെയും ഒക്കെ കണക്കെടുത്ത് ആഗ്രഹങ്ങളൊക്കെ പരിഗണിച്ചിട്ട് അതിനനുസൃതമായിട്ട് എല്ലാ കർമ്മഫലത്തെയും നൽകുന്ന ഭഗവാൻ ആ പ്രകൃതി അതിനനുയോജ്യം അതിനെയൊക്കെ അനുഭവിക്കാൻ പാകത്തിലുള്ള ഒരു ശരീരത്തെയാണ് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു ശരീരം എടുത്തു വന്നിട്ട് നമ്മൾ ആ ശരീരത്തിലിരുന്ന് കർമ്മം ചെയ്തുകൊണ്ട് അറിവ് നേടുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഓരോരുത്തരും ഈ ഭൂമിയിൽ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും കർമ്മഫലം വ്യത്യസ്തമാണ് അല്ലേ? അതിന് കാരണം എന്താ? ഈ കർമ്മഫലമാകുന്ന ഈ കൊടുക്കുന്ന ശക്തി ഒന്ന് തന്നെ, കർമ്മഫലമാകുന്ന ശക്തി ഒന്ന് തന്നെ. ആ കർമ്മഫലം കൊടുക്കുന്നത് ആരാ? പ്രകൃതിയാണ് കർമ്മഫലത്തെ കൊടുക്കുന്നത്. അതൊന്ന് തന്നെയാണ്. പക്ഷേ ഓരോരുത്തരും ചെയ്ത കർമ്മങ്ങൾ വെവ്വേറെ ആയതുകൊണ്ട് ആ കർമ്മങ്ങൾക്കനുസരിച്ച് കർമ്മഫലവും മാറി മാറി വരുന്നു. വിറകിൻ്റെ രൂപത്തിനനുസരിച്ച് ഷെയ്പ്പിനനുസരിച്ച് അഗ്നിയുടെ ഷെയ്പ്പ് മാറുന്നത് പോലെ ഓരോരുത്തരും ഓരോരോ ജന്മങ്ങളിരുന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ വെവ്വേറെ ആയതുകൊണ്ട് അനുഭവിക്കുന്ന കർമ്മഫലങ്ങളും വ്യത്യസ്തമായിരിക്കും. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. അനുഭവിക്കുന്ന കർമ്മഫലങ്ങൾക്കും വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഈ കർമ്മഫലം എങ്ങനെ കിട്ടുന്നത്? ആ പ്രകൃതി എന്ന ശക്തി കാലമാവുമ്പോൾ അത് സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്ന മനസ്സിലെ ആഗ്രഹങ്ങളെയും ചെയ്ത കർമ്മങ്ങളുടെയൊക്കെ കണക്കെടുത്ത് അത് അനുഭവിക്കാൻ യോജ്യമാകുന്ന ഒരു ശരീരത്തെ ഭഗവാൻ അവന് ആവിഷ്കരിച്ചു കൊടുക്കുന്നു. ആ പ്രകൃതി അവന് നൽകുന്നു. അപ്പോൾ ഈ ശരീരം, ആ മനസ്സ്, ആ ബുദ്ധി എൻ്റെ സ്വന്തമാണോ? അല്ല. പ്രകൃതി ഈ ജന്മത്തിൽ പൂർത്തീകരിക്കാൻ കർമ്മഫലങ്ങൾ അനുഭവിച്ചു തീർക്കാൻ എനിക്ക് തന്ന ദാനമാണ് ഈ ശരീര, മനസ്സ്, ബുദ്ധി. ഈ ശരീരത്തിൽ നിന്നുണ്ടായതാണ് പിന്നെയുള്ള എല്ലാ ബന്ധങ്ങളും. അപ്പോൾ ഇതൊക്കെ എൻ്റെ സ്വന്തമാണോ? അത് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും. അറ്റാച്ച്മെൻറ്റ്, മമത വേണ്ട. എൻ്റെ സ്വന്തം എന്ന ആ മമത വേണ്ട. എല്ലാം പ്രകൃതിക്ക് സ്വന്തമാണ് എന്ന് ചിന്തിക്കുക. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് പോകുന്നു. എന്നാൽ എല്ലാവരോടും സ്നേഹം ഉണ്ടാവും. എന്താണ് ഇല്ലാണ്ടാവുന്നത്? സ്നേഹമല്ല ഇല്ലാണ്ടാവുന്നത്, എൻ്റെ സ്വന്തം എന്ന സങ്കല്പമാണ് അവിടെ ഇല്ലാതാകുന്നത്. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും ഇവിടെ കർമ്മഫലം അനുഭവിക്കുന്നത്. അത് വ്യത്യസ്തമാകാൻ കാരണം കർമ്മങ്ങളും വ്യത്യസ്തമാണ് മനുഷ്യൻ്റെ. അതനുസരിച്ച് കർമ്മഫലങ്ങളും വ്യത്യസ്തമാകുന്നു. വിറകിൽ കയറി പിടിക്കുന്ന അഗ്നിയുടെ അഗ്നി മാറുന്നത് പോലെ ഇതും മാറുന്നു. ഇനി ഇന്നത്തെ അവസാന ശ്ലോകം 36. അഹോ മമ അമി വിതരന്തി അനുഗ്രഹം ഹരിം ഗുരും യജ്ഞഭുജാം അതീശ്വരം സ്വധർമ്മയോഗേന യജന്തി മാമക നിരന്തരം ക്ഷോണീതലേ ദൃഢവ്രതാഹ. അഹോ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി എന്ന് പൃഥു മഹാരാജാവ് പറയുകയാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ദേവർഷിമാരും ബ്രഹ്മർഷിമാരും ദേവന്മാരും ഇതേപോലെ നിങ്ങളുടെ സ്വധർമാചരണം പൂർത്തിയാക്കുന്നവരാണ്. അപ്പം നിങ്ങളത് ചെയ്യുന്നതിലൂടെ എനിക്ക് നല്ലൊരു പുണ്യലോകപ്രാപ്തി അനുഗ്രഹം കിട്ടും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. മമ, എനിക്കായി, അമി, നിങ്ങളെല്ലാവരും വിതരന്തി അനുഗ്രഹത്തെ വാങ്ങിത്തരുന്നു. നിങ്ങളെല്ലാവരും സ്വധർമ്മം പൂർത്തിയാക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും. ഹരിം ഗുരും, ഈ ലോകത്തിൻ്റെ ഗുരുവായ ഭഗവാൻ ശ്രീഹരിയെ, യജ്ഞഭുജ അതീശ്വരം, എല്ലാ യജ്ഞങ്ങളും ഓരോരോ യജ്ഞത്തിൻ്റെ ഭാഗത്തെ സ്വീകരിക്കുന്ന ദേവന്മാരുടെ പോലും ഈശ്വരൻ, അതാണ് യജ്ഞഭുജ. യജ്ഞത്തിൻ്റെ ഭാഗത്തെ ഭുജിക്കുന്ന എല്ലാ ദേവന്മാരുടെ പോലും ഈശ്വരനായിരിക്കുന്ന ലോകഗുരുവായ ഭഗവാൻ ശ്രീഹരിയെ സ്വധർമ്മയോഗേന സ്വധർമ്മം ഭംഗിയായി ചെയ്തുകൊണ്ട് യജന്തി, നിങ്ങളെല്ലാവരും ആരാധിക്കുന്നു. ഭഗവാനെ ആരാധിക്കുന്നത് കുറേ ഇങ്ങനെ നാമം ജപിച്ച് പൂവിട്ട് പൂജിച്ചിട്ടുമല്ല. അത് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്നു എന്താ? നിങ്ങളുടെ കർമ്മങ്ങളെ ആ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ആ ഭഗവാനെ അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഭഗവാനെ
യജന്തി എന്ന് വെച്ചാൽ ആരാധിക്കുന്നു. മാമക, അപ്പോൾ മാമക എന്ന് വെച്ചാൽ എന്നെ പോലെയുള്ളവർ നിരന്തരം എന്ന് വെച്ചാൽ നിത്യവും ക്ഷോണീതലേ ഈ ഭൂമിയിൽ ദൃഢവ്രതാഹ എന്നെ പോലെയുള്ള ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ. പൃഥുമഹാരാജാവ് പറയുകയാണ് എന്നെ പോലെ എൻ്റെ ഈ സങ്കല്പം പോലെ സങ്കല്പിക്കുന്ന ആളുകൾ, ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ ദൃഢനിശ്ചയത്തോടുകൂടി ആ ഭഗവാനെ ഭജിക്കുന്നത് ഇങ്ങനെയാണ്, സ്വധർമ്മം ഭംഗിയായി ആ ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്തുകൊണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങളുടെ ആ കർമ്മത്തിലൂടെ നിങ്ങൾ എനിക്ക് അനുഗ്രഹം വാങ്ങിത്തരികയാണ്, എനിക്ക് പുണ്യലോക പ്രാപ്തി നേടിത്തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു എന്നാണ് പൃഥു മഹാരാജാവ് അവിടെ കൂടിയിരിക്കുന്നവരോടൊക്കെ പറഞ്ഞത്. അപ്പോൾ മനസ്സിലായില്ലേ? ഇത്രയും ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ പൂർത്തീകരിച്ചത്.